2195 റേഞ്ചിൽ കോട്ട ഫാബ്രിക്കിൽ നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ആയിട്ടുള്ള സെറ്റാണ് കാണുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന പാറ്റേൺ ആണ് കേട്ടോ ഇത്. ഫസ്റ്റ് നമ്മൾ കാണുന്ന ഒരു പീച്ചും ബേജൊക്കെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ടാണ് വരുന്നത്. ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സെയിം തന്നെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ദുപ്പട്ടയും സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് നമ്മൾ കാണുന്നത് ഗ്രീൻ കളറാണ്. ലൈറ്റ് ഒരു ഗ്രീൻ കളർ വരും. ഇത് നമുക്ക് പിങ്ക് ടോൺ വരുന്നുണ്ട്. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യെല്ലോ ടോണിലും വരുന്നത്. അങ്ങനെ ഒരു 4 ഷെയ്ഡിലാണ് ഈ ഒരു സെറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ കാണുന്ന ഈ ഒരു ബേജ് കളറാണ് കേട്ടോ. ഒരു പീച്ചിൻ്റെ ഒക്കെ ഒരു പേസ്റ്റൽ ടോണിലേക്ക്, ലൈറ്റർ ടോണിലേക്കാണ് വന്നേക്കുന്നത് ഈ സെറ്റ്. ടോപ്പിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ക്ലോസർ ലുക്ക് വരുമ്പോഴത്തേക്ക് ഫുള്ളായിട്ടും ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടാണ് ഇത് വന്നേക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും. ദുപ്പട്ട വരുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. അതിൻ്റെ സൈഡിൽ ക്രോഷിയോടെ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 സൈഡിലും ക്രോഷിയോ ലേസും ദുപ്പട്ടയുടെ എൻഡിൽ കാന്തായി എംബ്രോയ്ഡറിയും ചെയ്തിട്ടുണ്ട്. ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടമാണ് പെയർ ചെയ്തത്. സെയിം പാറ്റേൺ ലൈറ്റ് ഗ്രീൻ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്. ലൈറ്റ് പിങ്ക് ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്. ലൈറ്റ് യെല്ലോ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വന്നേക്കുന്നത്.